ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. പുതിയൊരു മന്തി വ്ളോഗ് എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. ചുമ്മാ ഒരു ഞായറാഴ്ച മോളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പെട്ടെന്നാണ് ഈ മന്തി എന്ന് പറഞ്ഞൊരു സംഭവം വിശപ്പിൻ്റെ വെളിയിൽ ഞങ്ങളുടെ മനസ്സിൽ വന്നത്. അങ്ങനെ ഞങ്ങൾ 2-3 കടകളിൽ കയറി ഇറങ്ങി. പക്ഷേ ആ ഒരു സമയത്ത് മന്തി അവൈലബിൾ അല്ലായിരുന്നു. ഞങ്ങൾ കുറേ കടയിൽ കയറി ഇങ്ങനെ ശശിയായിട്ട് ഇറങ്ങി. ലാസ്റ്റ് മന്തി കഴിച്ചേ അടങ്ങുമെന്നുള്ള വാശിയിൽ ഞങ്ങൾ എത്തിപ്പെട്ടു അറേബ്യൻ ദസ്താർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. മന്തി വെറൈറ്റീസും പേരുകളും കണ്ടിട്ട് ഞങ്ങളുടെ കിളി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ്, മിഡിൽ ഈസ്റ്റേൺ ഒരുവിധം എല്ലാ കൺട്രീസിലെ വെറൈറ്റീസും അവിടെ ഉണ്ടായിരുന്നു. ഒമാനി മന്തി, സൗദി മന്തി, യമനി മന്തി, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു മണ്ടത്തരം കാണിച്ചു. എന്താണെന്ന് വെച്ചാൽ അറബിക് അല്ലെങ്കിൽ മുഗലായി ഡിഷസ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ചൈനീസ് സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു. ഒരു മലായി ക്രിസ്പിയാണ് ഓർഡർ ചെയ്തത്. അത് ഭയങ്കര സ്വീറ്റായിരുന്നു. ഞങ്ങൾക്കത് അത്ര ഇഷ്ടമായില്ല. ഞങ്ങൾ കുറച്ച് സ്പൈസ് ലവേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പിടിച്ചില്ലായിരുന്നു. പക്ഷെ വാവയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മധുരമുള്ള ചിക്കൻ അവൾക്കത് ഇഷ്ടപ്പെട്ടു. അവളത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യമനി മന്തി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് സ്പൈസ് ലെവൽ ഉള്ളതുകൊണ്ട് ഞങ്ങളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പെപ്സി എന്തായാലും ഓർഡർ ചെയ്തു. മന്തിയുടെ കൂടെ പെപ്സി ഈസ് എ മസ്റ്റ്. പിന്നെ ഈ വാവയ്ക്ക് ഡിപ്പ് എന്താണെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് മേയോ ആണ് കൂടുതൽ ആൾക്ക് ഇഷ്ടം. പക്ഷേ ഞാൻ ഹുമൂസ് കഴിപ്പിക്കുക എന്ന വ്യാജേന ഞാൻ അവളെ കൊണ്ട് കുറച്ച് ക്യാരറ്റും കക്കിടിയൊക്കെ കഴിപ്പിച്ചു. ഇവർ മന്തിയുടെ കൂടെ മട്ടൻ്റെ സൂപ്പ് സെർവ് ചെയ്തിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നത് ഒരു ക്വാർട്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് തികയില്ല, ഹാഫെങ്കിലും പറയേണ്ടി വരും. ക്വാർട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വയറെന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ക്വാർട്ടർ പറഞ്ഞത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അത് തന്നെ ഓർഡർ ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്തിയുടെ ക്വാർട്ടർ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള മൈൻഡായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ ക്വാർട്ടർ ഭയങ്കര ഇഷ്ടമായി എന്ന് മാത്രമല്ല, അത് ഞങ്ങൾക്ക് രണ്ടുപേരും വയർ നിറച്ച് കഴിച്ച് പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഞങ്ങളിവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചപ്പോഴേ ഞാനും അച്ഛനും അമ്മയും സ്നേഹയും പണ്ട് ഒമാനിൽ പോകാറുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് ഓർമ്മ വന്നായിരുന്നേ. ഹുമൂസും ആ ഒരു സൽസ, ആ ടൊമാറ്റോ ചട്നിയൊക്കെ പക്ക ആ ടേസ്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുനാഫയും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വന്ന കാര്യം നടത്തി. മോളിൽ പോയി കുറച്ച് നേരം വാവയെ ഇങ്ങനെ കളിപ്പിച്ചു. അവിടുത്തെ റൈഡ്സിലൊന്നും കയറാൻ മാത്രം അവൾ ആയിട്ടുണ്ടായിരുന്നില്ല. 3 വയസ്സെങ്കിലും ആവണം അവിടുത്തെ റൈഡ്സിലൊക്കെ കയറണമെങ്കിൽ. എന്തായാലും എൻജോയ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ നിന്നിട്ട് ചെറിയൊരു പാർട്ടി മൂഡ് ഓൺ ആക്കിയായിരുന്നേ. നല്ല അടിപൊളി നൂൽ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ തന്നെ വറുത്ത കുറച്ച് മീനും പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നഗറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ രീതിയിലുള്ളൊരു മന്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അതിനായിട്ട് കുറച്ച് ചിക്കനും കുറച്ചധികം ക്യാപ്സിക്കം എടുത്തിട്ട്, ക്യാപ്സിക്കം കുരുങ്ങനെ അരിഞ്ഞാണ് ഇടാറ്. പക്ഷേ എൻ്റെ അടുത്ത് ചോപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അരച്ചിട്ടിടാണ് മടി കാരണം. പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചിക്കൻ ക്യൂബ്സാണ് ഇടുന്നത്. ഒരു 5-6 ക്യൂബ്സ് ഇടാം. ഇതിനകത്ത് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് എക്സ്ട്രാ ഇടരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പൊടിച്ചിട്ട് വേണം അതിനകത്ത് ഇടാൻ. ഞാൻ അതിനകത്ത് തന്നെ ഇട്ട് ഇങ്ങനെ എൻ്റെ ഒരു ഇടിപിടി വത്സല ഉണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് അതിനകത്തിട്ട് ചമ്മന്തി ആക്കലാണ് പതിവ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇച്ചിരി കുരുമുളകും, ഒരു ഇച്ചിരി ജീരകവും, ഒരു ഇച്ചിരി പെരുംജീരകവും. ഇതിലൊരുപാട് സ്പൈസസ് പാടില്ല കേട്ടോ, ബിരിയാണി പോലെയല്ല. പക്ഷെ എന്നാലും ഇത് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ്, എനിക്കിഷ്ടമുള്ള രീതിയിൽ. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഇടില്ല. ശരിക്കുള്ള ട്രഡീഷണൽ അറബിക് ഡിഷാണല്ലോ ഇത്. അവരുടെ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കില്ല. പക്ഷേ എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള മന്തിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ പറഞ്ഞ സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചൊരു ലേശം എണ്ണ, എന്തെങ്കിലും ഒരു സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒത്തിരി ഒഴിച്ച്, ഇത്തിരി വെളുത്തുള്ളി ചതച്ചിട്ട്, കുറച്ച് മല്ലിയില കുഞ്ഞു ചോപ്പ് ചെയ്തിട്ട് അരിഞ്ഞിടുക, കുറച്ച് പുതിനയില ഇടുക. എല്ലാം കുറച്ച് പിന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്യണം. ഇതൊന്നും കാണാൻ പാടില്ല, ചിക്കനിൽ അങ്ങനെ പിടിക്കണം. പിന്നെ നീളത്തിലരിഞ്ഞ പച്ചമുളക്, ഒരു പിഞ്ച് ഗരം മസാല, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി വറുത്ത് അതിനകത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എപ്പോഴും മാരിനേറ്റ് ചെയ്യുന്ന പോലെയല്ല. മല്ലിയിലയുടെ തണ്ടൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ കാണാണ്ടാവുന്ന രീതിയിൽ അത്രയും നമ്മളത് വരട്ടിയെടുക്കും. അങ്ങനെ ഇതിൻ്റെ റൈസ് എന്ന് പറഞ്ഞാൽ ബസ്മതി റൈസാണ് ഏറ്റവും ബെസ്റ്റ്. ബസ്മതി റൈസാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പം എൻ്റെ അടുത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ കൈമ റൈസ് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഡബിൾ ഹൗസിൻ്റെ കൈമ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അധികം ക്വാണ്ടിറ്റിയിൽ മന്തി ഉണ്ടാക്കാറില്ല. ഒരു നാഴി ഒരു കപ്പ് അത്രേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഒരു കപ്പിന് 2 കപ്പാണ് അവർ പറയുന്ന രീതിയിലുള്ള അളവ്. പക്ഷേ ഞാൻ ഒരു 1.25 എടുക്കാറുള്ളൂ. എന്നാലും ഇത്തിരി ബാക്കി വയ്ക്കും. അങ്ങനെ ബാക്കി വെച്ചിട്ട് നോക്കുമ്പോൾ 1.25 എൻ്റെ ഒരു കണക്ക് കേട്ടോ. പിന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്പൈസസ് ഒന്നും ഇതിനകത്ത് ഇടില്ല. പക്ഷെ ഞാനൊരു പേരിന് എല്ലാ സ്പൈസസും ഒരു ഇത്തിരി ഇടും. ഒരു പച്ചമുളക് ഇടും, ഒരു ഡ്രൈ ലെമൺ ഇടണം കേട്ടോ. എന്നിട്ട് ആ റൈസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട്, നമ്മൾ കല്ലുപ്പാണ് നമ്മൾ ഇടല് കേട്ടോ. എന്നിട്ട് ആ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ വെള്ളം, ആ തിളപ്പിച്ച വെള്ളം ഇട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് സ്ലോ ഗ്യാസിൽ മൂടി വയ്ക്കുക. ചെറുനാരങ്ങയും പിഴിയണം കേട്ടോ, അത് മറക്കരുത്. പിന്നെ അപ്പോഴേക്കും ഒരു മണിക്കൂറെങ്കിലും മിനിമം ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് അതിങ്ങനെ വരട്ടി അടച്ചു വെച്ച് കുറച്ച് നേരം തുറന്ന് വെച്ച് അടച്ചു വെച്ച് തുറന്ന് വെച്ച് അങ്ങനെ നമ്മളൊന്ന് റെഡിയാക്കണം.
കാരണം മന്തിയുടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ചിക്കനും അല്ല എന്നാൽ ബോയിൽഡ് ചിക്കനും അല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഒരു ക്യൂബും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡ്, മന്തിയുടെ മെയിൻ സൈഡായിട്ടുള്ള ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു 4 മണി കുരുമുളകും, ഒരു നീളത്തിലരിഞ്ഞ പച്ചമുളകും, ഒരു വലിയ തക്കാളിയും, കുറച്ച് പഞ്ചസാരയും, കുറച്ച് കല്ലുപ്പും, ഒരു പച്ച വെളുത്തുള്ളി ചതച്ചതും ഇട്ട് ഒരു അരയ്ക്കുക. തക്കാളി അരിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ടിട്ട് അതിന് ശേഷം മാത്രമേ മല്ലിയില ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചട്നിയുടെ കളർ മാറും. ഒരു തിരിച്ചിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ സൽസ റെഡി. അപ്പം നമ്മുടെ ചിക്കൻ അവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജ്യൂസി അല്ല എന്നാൽ ഫ്രൈഡും അല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ചിക്കൻ അവിടെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ അവിടെ കൂടെ കുറച്ച് നേരം കളിക്കാൻ വന്നതാണ്. ഒരു ചെറിയൊരു സീനുണ്ടായി. ഞാൻ ഫുഡ് നോർമലി കഴിക്കുന്ന പോലെ രാത്രി കഴിച്ചു. ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ചിക്കൻ മുരിഞ്ഞ് ഏകദേശം ഇതുപോലത്തെ ഒരു രൂപം വരുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ റൈസ് ഇട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് കുറച്ച് പച്ചമുളക് കുത്തി വെച്ച് സ്മോക്ക് കൊടുക്കുക. അപ്പോൾ ഒരു അടിപൊളി മന്തി കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി മുകളിൽ വിതറി കൊടുക്കുക. അങ്ങനെ അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആ സ്മോക്കി ഫ്ലേവറൊക്കെ വരുമ്പോൾ കറക്റ്റ് മന്തിയുടെ ടേസ്റ്റ് കിട്ടും. ആ ഒരു മറ്റേ ടൊമാറ്റോ ചട്നിയും മേയോ കൂട്ടിയിട്ട് എല്ലാവരും നല്ല അടി അടിക്കുക. അപ്പോൾ ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.